السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലൈഹി വഅലാ ആലിഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഒറ്റ വിഷയം മാത്രം സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 70-ാം ഗണനത്തിൽ 69-ലും നമ്മൾ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, വിശേഷിച്ച് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് വരെ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ശത്രുക്കളുടെ കയ്യിൽ വടികൊടുത്ത് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഏറ്റവും ഭീകരമായ അബദ്ധം വരെ ആരോപിച്ച് തെണ്ടി നടക്കുന്ന ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ മുക്കല്ലഫായിരിക്കെ അനല്ലാ എന്ന് പറഞ്ഞു എന്ന ഏറ്റവും അപകടകരമായ ഒരു വലിയ തെറ്റ് CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ആരോപിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഒരാളും തക്ലീഫുള്ള സമയത്ത് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന് വിരുദ്ധമായ കർമ്മശാസ്ത്രം അത് ഹറാമാണെന്ന് പറഞ്ഞ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് നമ്മൾ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു. എന്നാൽ ഈ മൗലവി നമ്മുടെ വിശദീകരണത്തിന് മുമ്പിൽ മറുപടിയില്ലാതെ അദ്ദേഹം പതറി വിറച്ചു, പരാജയപ്പെട്ടുപോയി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹം കഴിഞ്ഞ 1-2 പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ നമ്മൾ തുഹ്ഫയുടെ ഇബാറത്ത് വായിച്ചു, ഫത്ഹുൽ മുഈനിൻ്റെ ഇബാറത്ത് വായിച്ചു, മറ്റു ഇബാറത്തുകളെല്ലാം വായിച്ചു. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ മുക്കല്ലഫായിരിക്കുന്ന സമയത്ത് ശരീഅത്തുൽ ഇസ്ലാമിനെതിരായി ഒന്നും ചെയ്യുകയില്ല എന്ന് നമ്മൾ തെളിവ് സഹിതം സമർത്ഥിച്ചു. അതിനെ ഒന്ന് തൊട്ടു നോക്കാൻ പോലും ഈ മൗലവിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ മൗലവി കാര്യമായി കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്? അത് ഫത്താവൽ ഹദീസിയുടെ മഖ്തൂത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്വഹവ് മഹവ് എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഔലിയാക്കളുടെ ഇസ്തിലാഹിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നത് വളരെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെടും. അറിയില്ല എന്നും അറിയില്ല, നമ്മൾ അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. താങ്കൾ അറിയണം, പഠിക്കണമെന്ന് ഇനി പ്രത്യാശിക്കാൻ ഒരു വകുപ്പില്ല. കാരണം ഹൃദയം മൂടപ്പെട്ടു പോയി. അവർ ഖൽബിൽ അല്ലാഹു തആല ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സീല് വെക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ സീല് വെക്കപ്പെട്ട താങ്കളോട് ഇനി പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് അത് ഒരു വിഫലമായ ഒരു ശ്രമമാണ്. എന്നാൽ നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, താങ്കൾക്ക് അറിയില്ല എന്ന ഒരറിവ് അത് നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഞാനതിലേക്ക് വരാം. പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ വലിയ തിരക്കിലാണ് നമ്മളൊക്കെയുള്ളത്. അത്യാഹ്ലാദത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും എഴുതാനും പ്രസംഗിക്കാനും അത് പഠിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയുള്ള വിരോധികളെ പ്രതിരോധിക്കുവാനും ഒക്കെ സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസികൾ അവരുടെ സമയം മുഴുവനും ചെലവഴിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗലവിയുടെ മറ്റു വാക്കുകൾ അതെല്ലാം നേരത്തെ ആവർത്തിച്ചതാണ്, നമ്മൾ മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ വീണ്ടും ഈ കളവുകളും നേരത്തെ പറഞ്ഞ വിവരക്കേടുകളും ആവർത്തിക്കുക എന്നതല്ലാത്ത മറ്റൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് അവക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഏതായാലും ഈ മഹവ് സ്വഹവ് ഇതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിഷയം? ഞാൻ ആ കാര്യം മാത്രം ഒന്ന് ചുരുക്കി പറയാം. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് ഈ മൗലവിമാർ ഏറ്റവും വലിയ ഒരു ആരോപണം ഉന്നയിച്ചു.
എന്താണ് ആരോപണം? CM വലിയുല്ലാഹി തങ്ങൾ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉള്ളതായി ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. CM വലിയുല്ലാഹി തങ്ങളെ കണ്ടും കേട്ടും ജീവിതത്തിൽ മുഴുവനും CM വലിയുല്ലാഹി തങ്ങളുമായി ചിലവഴിച്ച മഹാന്മാരാണ് നമ്മുടെ സുൽത്താനുൽ ഉലമ, അതുപോലെ നമ്മുടെ മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, EK സമസ്തയിലെ വലിയ വലിയ ആലിമീങ്ങൾ, ഇവരൊക്കെ CM വലിയുല്ലാഹി തങ്ങളുമായി ജീവിതത്തിൽ അടുത്ത് ബന്ധപ്പെട്ടവരാണ്. വളരെ അധികം ശക്തമായ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നവരാണ്. അവരാരും ഇങ്ങനെ ഒരു സംഭവം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരാരും അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഇത് പറയുന്നത് ആരാണ്? കളവ് മാത്രം പറയുന്ന കുരുവട്ടൂരികളാണ്. അതുകൊണ്ട് തന്നെ CM വലിയുല്ലാഹി തങ്ങളിൽ നിന്നും അത്തരം പദപ്രയോഗം നടന്നു എന്നത് തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി വലവു സുല്ലിമ അങ്ങനെ നടന്നു എന്ന് വന്നാൽ അത് CM വലിയുല്ലാഹി തങ്ങളുടെ തക്ലീഫിൻ്റെ ഘട്ടത്തിലായിരിക്കില്ല. അത് അവർക്ക് തക്ലീഫില്ലാത്ത ഘട്ടത്തിലാണ് അത്തരം പദപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൗലവി വന്നിട്ട് പറഞ്ഞു ഒരിക്കലുമല്ല, CM വലിയുല്ലാഹി തങ്ങൾ തക്ലീഫുള്ള ഘട്ടത്തിൽ തന്നെയാണത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, CM വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് ഇത്ര വലിയ തെറ്റ്, ഒരു വലിയ ഹറാമ് എന്നല്ല, മുക്കല്ലഫായ ഒരു മനുഷ്യൻ, അത് വലിയാകട്ടെ അല്ലാത്തവരാകട്ടെ, മുക്കല്ലഫായിരിക്കെ പറഞ്ഞാൽ കാഫിറായി പോകുമെന്ന് ഇമാമുകളൊക്കെ അവരുടെ കിതാബിൽ എഴുതി വെച്ച ഒരു കാര്യം, അത് CM വലിയുല്ലാഹി തങ്ങൾ അവരുടെ തക്ലീഫിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞു എന്നാണ് ഈ മൗലവിമാർ പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? CM വലിയുല്ലാഹി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പിൻ്റെ പേരിൽ അവിടുത്തെ ചീത്ത പറയാൻ, അവിടുത്തെ വിമർശിക്കാൻ ഇതിലധികം കടുപ്പമുള്ള ഏത് പദപ്രയോഗം അതിനെ നടത്താനുള്ളത്? CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഇത്രമാത്രം നിസ്സാരപ്പെടുത്താൻ ഇവർക്ക് CM വലിയുല്ലാഹി തങ്ങളോടുള്ള വെറുപ്പിൻ്റെ അതിൻ്റെ ഡിഗ്രി എത്രയാണ്? തുല്യതയില്ലാത്ത വെറുപ്പാണ് ഇവർക്ക് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളോടുള്ളത്. അതെങ്ങനെ ഇല്ലാതിരിക്കും? നമ്മുടെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പർവ്വത സമാനരായ ആലിമീങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം തോന്നിവാസവും ഈബത്തും നമീമത്തുമാണ് ഈ കക്ഷികൾ ദിനേന നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട MA ഉസ്താദ്, ചിത്താരി ഉസ്താദ് അടക്കമുള്ള കഴിഞ്ഞുപോയ നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ആ മഹാന്മാരെ സംബന്ധിച്ച് അവരൊക്കെയും സമസ്തയെ ഭിന്നിപ്പിച്ചവരാണ്, വലിയ തെറ്റ് ചെയ്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ കക്ഷികൾക്ക് CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഈ ഒരു വലിയ ആരോപണം പറയുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം പ്രയാസം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ആരോപണം ഉന്നയിച്ചു. എന്നാൽ നമ്മളത് വിശദീകരിച്ചു. ഒരിക്കലും ഒരു വലിയ അങ്ങനെ പറയൂല എന്നല്ല, ഒരു സാധാരണക്കാരനും പറയൂല, ഈമാനുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഫിറായി പോകുന്ന കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഞാൻ വിശദീകരിച്ചു. ഫത്ഹുൽ മുഈൻ ആദ്യം മറിച്ചു ഞാൻ ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട്, ഈ നിലയ്ക്ക് അനല്ലാ എന്ന് തുടങ്ങുന്ന പദം ഒരാൾ പറയുന്നു, വഹുവ മുക്കല്ലഫുൻ, അദ്ദേഹം മുക്കല്ലഫായിരിക്കെയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഫഹുവ കാഫിറുൻ ലാ മഹാലത, ഒരു സംശയവും വേണ്ട, കാഫിർ തന്നെയാണ്. മുക്കല്ലഫായിരിക്കെ പറഞ്ഞാൽ കാഫിറാണ്, സംശയമില്ല. അതിൽ വലിയൊന്നോ അല്ലാത്തവരൊന്നും വ്യത്യാസമില്ല. ഇത് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതാണ്. എന്നാൽ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതോ, ദീനിൻ്റെ ഹുക്കുമുകൾ ബന്ധിക്കുന്ന വിഷയത്തിൽ മുക്കല്ലഫായിരിക്കെ വലിയെന്നോ അല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ല. മുക്കല്ലഫായിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് എന്തെല്ലാം കാര്യം ഹറാമാണ്, ആ കാര്യങ്ങളൊക്കെ വലിയന് ഹറാം തന്നെയാണ്. എന്തെല്ലാം കാര്യം അവർക്ക് കറാഹത്താണ്, അതൊക്കെയും വലിയനും കറാഹത്ത് തന്നെയാണ്. എന്തെല്ലാം കാര്യം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അതൊക്കെയും വലിയനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മുക്കല്ലഫായിരിക്കെ വലിയും അല്ലാത്തവരും തമ്മിൽ ഹുക്മ ബന്ധിക്കുന്ന വിഷയത്തിൽ വ്യത്യാസമില്ല. ഫഹും കഗൈരിഹിം, ആ ഹുക്മ ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഫഹും ഔലിയാക്കൾ കഗൈരിഹിം, ഔലിയാക്കൾ അല്ലാത്ത മറ്റു മുഅ്മിനീങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് തുഹ്ഫയുടെ ഇബാറത്ത് ഞാൻ സ്ക്രീനിൽ കാണിച്ച് തന്നെ വായിച്ച് പഠിപ്പിച്ച് തന്നിട്ടില്ലേ മൗലവി? എന്നാൽ മൗലവി ഈ കഴിഞ്ഞ പ്രസംഗമൊക്കെ നടത്തിയിട്ടും തുഹ്ഫയെ ആ ഇബാറത്ത് തൊട്ടിട്ടില്ല.
ഫത്തുൽ മുഈൻ തൊട്ടിട്ടില്ല, തൊടാൻ കഴിയൂല, അങ്ങനെ ഒരു ഇബാറത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇബാറത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ മൗലവി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, വളരെ ചെറിയ ബുദ്ധി കൊണ്ട്, മീസാൻ ഓതുന്ന ഒരു ചെറിയ മുതഅല്ലിമിൻ്റെ ബുദ്ധി വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ. എന്താണ്, ഫത്തുൽ മുഈനിലും തുഹ്ഫയിലും ഒക്കെ മസ്അല പറഞ്ഞു. ഇനി അതിൽ മാത്രമല്ല, എല്ലാ കിതാബിലും മുഈനിലും നിഹായിലും ഒക്കെയുണ്ട്. തക്ലീഫുള്ള ഘട്ടമാണോ, തക്ലീഫുള്ള മുക്കല്ലഫായിരിക്കെയാണ് അനല്ലാ എന്ന് പറഞ്ഞതെങ്കിൽ കാഫിറായി പോകും എന്ന കാര്യത്തിൽ തർക്കമല്ല. അപ്പോൾ പിന്നെ ഫത്താവൽ ഹദീസിയയിൽ അതിനെ തഅ്വീൽ ചെയ്യണമെന്ന് പറഞ്ഞത്, അത് ഹിക്കായത്തുൻ അനില്ല എന്ന് പറഞ്ഞത്, അതൊക്കെ എപ്പോഴാണ്? തക്ലീഫ് ഇല്ലാത്ത ഘട്ടത്തിലാണ്. തക്ലീഫുള്ള ഘട്ടത്തിൽ ഹുക്മ് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. മുക്കല്ലഫായിരിക്കെ ഒരാൾ ആ പ്രയോഗം നടത്തിയാൽ, എന്തർത്ഥത്തിൽ നടത്തിയാലും കാഫിറായി പോകും. അപ്പോൾ പിന്നെ മുക്കല്ലഫായിരിക്കുന്ന അവസ്ഥയിലുള്ള മസ്അല പറഞ്ഞു തീർന്നു. ഇനി മുക്കല്ലഫല്ലാത്ത അവസ്ഥയിലാണ് വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞത്, ഹുക്കുമില്ല എന്ന് പറഞ്ഞത്. അപ്പം മൗലവി പറഞ്ഞു, മുക്കല്ലഫല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സ്ഥലത്ത് വ്യാഖ്യാനം വേണമെന്ന് പറഞ്ഞത്, ഒരു സ്ഥലത്ത് ഹുക്കും ബാധിക്കില്ല എന്ന് പറഞ്ഞത്? ഇങ്ങനെ രണ്ടായി എന്തിനാ പറഞ്ഞത്? മൗലവി അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അതിന് നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. മൗലവി ഹുക്കുമില്ലാത്ത അവസ്ഥയെ രണ്ടായി തിരിച്ചിട്ടുണ്ട് മഹാന്മാർ. അത് മഹാന്മാരായ ഔലിയാക്കളുടെ പ്രത്യേകമായ അവസ്ഥാന്തരങ്ങളാണ്, അവരുടെ പ്രത്യേകമായ അഹ്വാലുകളാണ്. ആ അഹ്വാലുകളിൽ അതിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളുണ്ട്. സ്വഹവേ, മഹവേ, ഗൈബത്ത്, ഇസ്തിറാഖ്, ഷുഹൂദ്, വജ്ദ്, വുജൂദ്, ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധങ്ങളായ പദപ്രയോഗങ്ങളുണ്ട്. ഈ പദപ്രയോഗങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് താങ്കൾ ഡിക്ഷണറി മറിച്ച് വായിച്ചാൽ അത് മനസ്സിലാവൂല. ഇയാളെ കാര്യമായിട്ട് അതാണ് വരുന്നത്. ഇയാൾ കണ്ടെത്തിയ ഒരു മഖ്തൂത്തിൽ എന്തുണ്ട്, കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അടിച്ച് നോക്കി. ഗൂഗിൾ അടിച്ചപ്പോൾ കിട്ടിയ മഖ്തൂത്തിൽ മെഹവ് എന്നാണുള്ളത്. അപ്പോൾ ആ മെഹവിൻ്റെ ഡിക്ഷണറി അർത്ഥം നോക്കി, സ്വഹവിൻ്റെ അർത്ഥവും നോക്കി, എന്നിട്ട് കൊണ്ടുവന്ന് ആഘോഷിക്കുന്നു. കണ്ടില്ലേ, ഈ വാളക്കുളം കിതാബ് തിരിയാതെ ഇതിൻ്റെ പ്രാഥമിക കാര്യം പോലും അറിയാതെയാണ് ഇയാൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ള 4-5 ആളുകളുണ്ടല്ലോ, ആ മുമ്പിലിരിക്കാൻ മാത്രം സ്ഥിരം വിധിക്കപ്പെട്ട 4-5 പേരുണ്ട്, സ്റ്റേജിലുള്ള ഒരു 5-6 പേരുണ്ട്. ആ കക്ഷികളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയും ഇയാൾ ആഘോഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ദുരന്തമാണ്! ഒരു മനുഷ്യനെ അല്ലാഹു തആല ഈ രൂപത്തിൽ പരീക്ഷിക്കുമല്ലോ. മഹാന്മാരായ ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങാതെ തെറിച്ചു പോയാൽ ഇങ്ങനെ തന്നെയാണ്. അബദ്ധം, ആ അബദ്ധത്തെ ആഘോഷിക്കാൻ വിധിക്കപ്പെടും. ജഹില് മുറക്കബ് എന്ന് പറയുന്നത് അതാണ്. അറിയില്ല എന്ന വിവരവും അറിയില്ല. ആ ജഹില് മുറക്കബല്ലേ നൗഷാദേ താങ്കളും? അതുകൊണ്ടല്ലേ അത് കൊണ്ടുവന്ന് ആഘോഷിച്ചത്? ഞാൻ ആ ക്ലിപ്പിടുന്നുണ്ട്, എന്നിട്ട് നമുക്കത് വിശദമായിട്ട് പറയാം. ഏതായാലും മഹാന്മാരായ ഔലിയാക്കൾക്ക് തക്ലീഫുള്ള ഘട്ടത്തിൽ മറ്റു മുഅ്മിനീങ്ങളെപ്പോലെ തന്നെ അവർ അനല്ലാ എന്ന് പറഞ്ഞാൽ അത് കുഫറിൻ്റെ വാചകം തന്നെയാണ്, സംശയമല്ല. അപ്പോൾ പിന്നെ മഹാന്മാരെ അത്തരം പദപ്രയോഗം നടത്തിയാൽ അതിനെ വിശദീകരിക്കണമെന്ന് പറഞ്ഞതും അവർക്ക് ഹുക്കുമില്ല എന്ന് പറഞ്ഞതും തക്ലീഫില്ലാത്ത ഘട്ടമാണ്. അപ്പോൾ ആ തക്ലീഫില്ലാത്ത ഘട്ടമാണ് ഗൈബത്ത്. ഗൈബത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവനും മറന്നു പോകുന്ന ഒരു ഘട്ടമാണത്. അതുകൊണ്ടാണ് ആ അവസ്ഥയിൽ അവർ പറയുന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, മഫീ ജൈബി ഇല്ലല്ലാഹ്. ഈ പദപ്രയോഗങ്ങളൊക്കെ അവർ ആ സമയത്താണ് നടത്തുക. ആ ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹുക്കുമും പറയാനില്ല, ഒരു വ്യാഖ്യാനവും വേണ്ട, ഒരു ഹുക്കുമും വേണ്ട. എന്നാൽ ആ ഗൈബത്താകുന്ന പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിക്കുന്ന അത്തരം ഗഫലത്തിൽ നിന്ന് ഒരു ഇഫാഖത്ത്, ഒരു തെളിച്ചം കിട്ടുന്ന, ഒരു ഉണർവ് കിട്ടുന്ന ഒരു ഘട്ടമാണ് സ്വഹവ്. എന്നാൽ ആ ഉണർവ് കിട്ടി അവർ ഇഖ്തിയാറിലേക്ക് വന്നിട്ടുണ്ടോ? തക്ലീഫിലേക്ക് വന്നിട്ടുണ്ടോ? തക്ലീഫിലേക്ക് വന്നിട്ടില്ല. ഗൈബത്തിൽ നിന്ന് പോന്ന് ഇഖ്തിയാറിലേക്ക് എത്തിയിട്ടും ഇല്ല. ആ അവസ്ഥയാണ്. അത് ഞാൻ സൂഫിയാക്കളുടെ ഇസ്തിലാഹ് പറയുന്ന കിതാബിൽ നിന്ന് ഞാൻ വായിച്ച് പഠിപ്പിച്ചു തന്നിട്ടില്ലേ മൗലവി? എന്താണ് സ്വഹവ് എന്ന് പറഞ്ഞാൽ? അവർക്ക് 2 കാര്യങ്ങൾ, മലദ്ദും മഅലമും അവർക്ക് വേർതിരിച്ചറിയും. ഇത് വേദന ഉണ്ടാകുന്ന വസ്തുവാണ്, ഇത് സുഖം ലഭിക്കുന്ന, ലദ്ദത്ത് ലഭിക്കുന്ന വസ്തുവാണ് എന്നൊക്കെ അവർക്ക് വേർതിരിച്ചറിയും. കണ്ടോ? ആ വേർതിരിച്ചറിയുന്നത് ഒരു ഇഫാഖത്ത്, ഒരു ഉണർവുണ്ടായതുകൊണ്ടാണ്. എന്നാൽ മഅലമായ വേദനിക്കുന്ന വസ്തു അവർ ഉപയോഗിക്കുമ്പോൾ പോലും അവരതിൽ നിന്നും ലദ്ദത്താണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു ഗഫലത്ത് തന്നെയാണ് ആ സമയത്തുള്ളത്. തക്ലീഫിലേക്ക് എത്തിയിട്ടില്ല. ആ സമയത്തും അവർ മുക്കല്ലഫീങ്ങളല്ല.
ആ അവസരത്തിൽ ആ വൈബത്ത് വിട്ട് തക്ലീഫിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഘട്ടം, അത് ഒരു തരം ഷുഊർ അവിടെ ഉണ്ടാകും. ആ ഘട്ടത്തിലാണ് അവരെ സംബന്ധിച്ചാണ് സ്വഹവ് എന്ന് പറയുന്നത്. ആ സ്വഹവിൽ നിന്ന്, ആ സ്വഹവിലിരിക്കെയാണ് പറഞ്ഞതെങ്കിൽ അവരത് വ്യാഖ്യാനിക്കണം. അത് ഹിക്കായത്തുൻ അനില്ല എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്ന് നമ്മൾ വിശദമായിട്ട് മഹാന്മാരുടെ ഇസ്തിലാഹ് പറയുന്ന കിതാബ് മറിച്ച് വായിച്ച് പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ അത് പറഞ്ഞപ്പോൾ മൂപ്പര് പറയാണ്, ഇസ്തിലാഹ് പറയുന്ന കിതാബൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ കണ്ടിട്ടില്ല, ഈ മൗലവി കാണാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇയാൾ കണ്ട ഒരു ടാവട്ടുണ്ട്, ആ ടാവട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇയാൾ വിശദീകരിക്കുന്നത്. കാരണം ആ മൗലവിൻ്റെ കൂടെയുള്ള ആ ടാവട്ടത്തിൽ അത് മതി. എന്നാൽ വിവരമുള്ളവരുടെ മുമ്പിലേക്ക് അത് മതിയാവൂല മൗലവി. താങ്കൾ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ഇസ്തിലാഹ് ഔലിയാക്കളുടെ പദം, അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഔലിയാക്കൾ തന്നെയാണ്. ഔലിയാക്കളുടെ അത്തരം പദപ്രയോഗങ്ങൾ മാത്രം വിശദീകരിക്കാൻ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ കിതാബുകൾ മറിച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പ്രാഥമികമായി അതെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മൗലവി ഒന്ന് പറയട്ടെ. ഇബ്നു ഹജറിന്റെ കിതാബിൽ നിന്ന് വായിച്ചത് വലിയ അബദ്ധമായി പോയി. പ്രിന്റിങ്ങിലുള്ള ഭാഷ മാത്രം നോക്കി കിതാബ് വായിക്കരുത്, ശ്രദ്ധിച്ച് വായിക്കണം. ഈ കിതാബിന്റെ പ്രിന്റിങ്ങിൽ എന്നിങ്ങനെ കണ്ടപ്പോൾ ആ സാധു അതാണ് വായിച്ച്. എന്നിട്ട് എന്താക്കി? സ്വഹവും വൈബത്തും ഒന്നാക്കി, രാവും പകലും ഒന്നാക്കിയ പോലെ. സ്വഹവ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ അവസ്ഥ എന്നാ, വൈബത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞ അവസ്ഥ എന്നാ. ഇത് രണ്ടും കൂടി ഇബ്നു ഹജർ ഒന്നാക്കിയിട്ടുണ്ട് എന്ന് വായിച്ചു. എന്താ സംഭവം? അത് കിതാബിൽ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചതാ. യഥാർത്ഥ കിതാബിൽ അവിടെ എന്താ ഉള്ളത്? നോക്കൂ നിങ്ങൾ, മഹ്വിന്റെയും വൈബത്ത് അഥവാ തെളിഞ്ഞ അവസ്ഥ അല്ലാത്ത സമയത്താണ് പറഞ്ഞതെങ്കിൽ അതിന് ഹുക്കുമില്ല. അപ്പൊ കിതാബിൽ അച്ചടിച്ചപ്പോ മഹ്വ് എന്ന് പറയുന്നിടത്ത് സ്വഹവ് നായിപ്പോയി. അതിൻ്റെ യാഥാർത്ഥ്യം ചിന്തിക്കാൻ പോലുള്ള തിരിച്ചറിവില്ലാതെ എന്തിന് ഈ വിഷയം പറയാൻ വരുന്നു? ഇത്ര വലിയ പടുകുഴിയിലാണ് ഇവർ ചാടിയിട്ടുള്ളത്. അള്ളാന്റെ ഔലിയാക്കൾ, അതെ, വലിയ വലിയ കുഴിയിലാണ് മൗലവി ഇപ്പോൾ വീണത്. ആദ്യം ചെറിയ കുഴിയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും വലിയൊരു പടുകുഴിയിലേക്കാണ് വീണുപോയത്. ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. തസവ്വുഫിനെ കുറിച്ച് പ്രാഥമികമായ അറിവില്ലാത്ത താങ്കൾ എന്തിനാ ഈ പണിക്ക് നിന്നത്? എന്തിനാണ് ഈ പണിക്ക് നിന്നത്? ഇയാൾ ഒരു മുഞ്ചിതെടുത്ത് നടക്കുകയാണ്, അതുപോലെ ഒരു മലയാള ഡിക്ഷണറി എടുത്തിട്ട് നടക്കുകയാണ്. എന്നിട്ട് മഹവ്, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞ അവസ്ഥ, സഹവ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ അവസ്ഥ. എന്ത് മറഞ്ഞത്, എന്ത് തെളിഞ്ഞത്? അതിനെക്കുറിച്ച് വല്ലതും അറിയോ മൗലവി താങ്കൾക്ക്? എന്താണ് സ്വഹവ് എന്ന് പറഞ്ഞാൽ അത് കിതാബെടുത്ത് വായിക്ക്. ആ സ്വഹവ് എന്നത് ഒരു ഇസ്തിലാഹാണ്. ഔലിയാക്കളുടെ അവസ്ഥകളെക്കുറിച്ച് പറയുന്ന ഇസ്തിലാഹാണ് സ്വഹവ്. ഔലിയാക്കളുടെ അവസ്ഥകളെക്കുറിച്ച് പറയുന്ന ഇസ്തിലാഹാണ് മഹവ്. ഔലിയാക്കളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഇസ്തിലാഹാണ് ഗൈബത്ത്. ഇതിനൊക്കെ ഇസ്തിലാഹാത്തു സൂഫിയ എന്ത് പറയുന്നു? അത് വായിക്ക്. അത് വായിക്കാതെ ഇയാൾ ഡിക്ഷണറി നോക്കിയിട്ട് തെളിഞ്ഞത് മറഞ്ഞത്, മറഞ്ഞത് തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ നടക്കുകയാണ്. എത്ര പ്രാവശ്യമായി ഞാൻ ഈ ഇസ്തിലാഹാത്ത് പറയാൻ തുടങ്ങിയിട്ട്, അത് പറയുന്ന കിതാബിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയിട്ട്? എന്തേ ഇതുവരെ ആ കിതാബ് കാണാത്തത്? കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അബദ്ധം പറയോ? അപ്പം എന്താ സഹോദരങ്ങളെ പറഞ്ഞത്? ഇയാൾ ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോൾ ഫത്താവൽ ഹദീസിയുടെ മഖ്തൂത്ത് ഗൂഗിളിൽ ലഭ്യമായ ആ നുസ്ഖയിൽ മഹവ് എന്നാണുള്ളത്. എന്നാൽ ഇത് തന്നെയാണ് എല്ലായിടത്തും ഈ മൗലവി മനസ്സിലാക്കി പാവം. എന്നാൽ എന്താണ് മഹവ്, എന്താണ് സ്വഹവ് ഇയാൾക്കറിയോ? അറിയില്ല. ചില നുസ്ഖയിൽ മഹവ് എന്നുണ്ട്, അത് നമ്മൾ ആരെയും നിഷേധിച്ചിട്ടുണ്ടോ? ഇത് എല്ലാ നുസ്ഖയിലും ഇവിടെ സ്വഹവ് എന്ന പദമാണ് ഉള്ളത് നമ്മൾ ആരെയും പറഞ്ഞിട്ടുണ്ടോ? മഖ്തൂത്തിൽ നേരത്തെ താങ്കൾ വെല്ലുവിളിച്ച പോലെ മഖ്തൂത്ത് പറയുമ്പോൾ നമുക്ക് അൾജീരിയയാണ് ഓർമ്മ വരില്ലേ? അൾജീരിയൻ ആ വെല്ലുവിളി ഉണ്ടല്ലോ, അൾജീരിയൻ വെല്ലുവിളി, അതിപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊളത്തൂരിൽ വെച്ച് ഇയാളൊരു വെല്ലുവിളി നടത്തിയല്ലോ. എന്തായിരുന്നു അത്? ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഭീകരൻ കളവ് പറഞ്ഞു. എന്താ കളവ്? നൗഷാദ് മൗലവിയെ പോലുള്ള ഒരാൾ വന്നിട്ട് സ്വപ്നത്തിൽ ശൈത്വാൻ ഇങ്ങനെ ആ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. മനസ്സിൽ ബോധ്യപ്പെടണം, എങ്കിലേ ആ പറച്ചിൽ കൊണ്ട് കാര്യമുള്ളൂ. ബോധ്യമൊന്നും വരാതെ
ഒരാൾ അന റസൂലുള്ള എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു പരിഗണനയില്ല. ഈ മൗലവിയോട് തന്നെ പെരിന്തൽമണ്ണയിൽ വെച്ച് ചോദിച്ചില്ലേ, എനിക്ക് ബോധ്യമൊന്നുമില്ല, നൗഷാദിൻ്റെ രൂപത്തിലാണ് വരുന്നത്, അന റസൂലുള്ള എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രം റസൂലിനെ ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കണം എന്നല്ലേ മൗലവി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അത് മതിയാവില്ല എന്ന് സുമൂദ് ഇമാം റളിയല്ലാഹു അൻഹു കിതാബിൻ്റെ 44-ാമത്തെ പേജിൽ പറഞ്ഞത് മൗലവിയുടെ മുമ്പിൽ നമ്മൾ വായിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മൗലവി പറഞ്ഞു അത് ബഹുമാനപ്പെട്ടവർ പിന്നീട് തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇബാറത്ത് കാണിച്ചു. നമ്മൾ പറഞ്ഞു അത് സുമൂദ് ഇമാം പറയല്ല, അത് സുമൂദ് ഇമാമെ സുബ്കി ഇമാമിൻ്റെ ഇബാറത്ത് എടുത്തുദ്ധരിക്കുകയാണ്, സുബ്കി ഇമാമോടെ നടത്തുന്നത് തന്നെ വേറെ ചർച്ചയുമാണ് എന്ന് പറഞ്ഞപ്പോൾ മൗലവി പറഞ്ഞു എങ്കിൽ അതിൻ്റെ മഖ്തൂത്ത് കാണിക്കണം, സുബ്കി ഇമാമിൻ്റെ വാക്കാണെന്ന് അറിയിക്കുന്ന തരത്തിൽ ഇന്തഹ ഇല്ലാത്ത ഒരു കോപ്പി മഖ്തൂത്തായി കൊണ്ടുവന്ന് കാണിച്ചാൽ ഇന്തഹയുള്ള മഖ്തൂത്ത് കോപ്പി ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. നമ്മൾ ധൈര്യസമേതം ഏറ്റെടുത്തു, മഖ്തൂത്ത് കാണിച്ചു. ആ മഖ്തൂത്ത് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൗലവിയോട് നമ്മൾ പറഞ്ഞു അതബോടെ ഗുരുത്തത്തോടെ ചോദിച്ചാൽ കാണിച്ചത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ മൗലവി ചോദിച്ചില്ല, അതബ് ഗുരുത്തമില്ലല്ലോ. എങ്കിൽ ഇപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഏതായാലും ഈ ജാഹിലീങ്ങൾ എങ്ങനെയാണ് മഖ്തൂത്ത് നോക്കേണ്ടത്, എവിടെ നിന്നാണ് അത് കിട്ടേണ്ടത്? ഇത് നെറ്റിലൂടെ ഒക്കെ കിട്ടുന്നതാണ് മഖ്തൂത്ത്. നെറ്റിലൂടെ ആരും എന്തും അപ്ലോഡ് ചെയ്തൂടെ. ഏതായാലും മഖ്തൂത്ത് അന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അവിടെയാണ് ഏത് കിതാബിൻ്റെയും ഒറിജിനൽ മഖ്തൂത്ത് ഉള്ള പ്രത്യേകമായ ഒരു യൂണിവേഴ്സിറ്റി സെഷൻ തന്നെ അവിടെയുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. അപ്പോൾ മൗലവി പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ മഖ്തൂത്ത് അൾജീരിയയിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള 2-3 പ്രസംഗത്തിൽ ആ അൾജീരിയയിൽ നിന്ന് കിതാബ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. മലേഷ്യൻ ഫ്ലൈറ്റ് പണ്ട് കാണാതായല്ലോ, അതുപോലെ മൗലവിയുടെ അൾജീരിയൻ ഫ്ലൈറ്റ് കാണാതായിട്ടുണ്ട്. അത് റഡാറിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇന്ന് വരെ ആ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ടോ മൗലവി? എന്ത് ജഹാലത്തായി പറയുന്നത്? എന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിക്കും ഞങ്ങൾക്ക് അബദ്ധം പറ്റൂല. നിങ്ങൾക്ക് അബദ്ധമേ പറ്റാറുള്ളൂ. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, കല്ല് കൊണ്ട് കഞ്ഞി വെക്കുമ്പോൾ അതിൽ പിന്നെ എന്തിനാ കല്ല് തിരയുന്നത് എന്നതുപോലെ അബദ്ധം മാത്രം പറയുന്ന താങ്കളുടെ പ്രസംഗത്തിൽ പിന്നെ അബദ്ധം തിരയേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ അറിയാതെയെങ്കിലും സത്യം പറഞ്ഞു പോയിട്ടുണ്ടോ എന്നപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം എപ്പോഴെങ്കിലും ഒന്ന് കടന്നു വരുന്നുണ്ടോ? അബദ്ധം മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ആ കിതാബ് അൾജീരിയയിൽ നിന്നുള്ള ആ കിതാബാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. ആദ്യം മഖ്തൂത്ത് കൊണ്ടുവരേണ്ടത് അതാണ്. അപ്പം ഞാനത് മഖ്തൂത്ത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. നിങ്ങളെ ഹലറത്തിൻ്റെ കോലം ഒന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ഇവിടെ ഗൂഗിളിൽ നിന്ന് മൗലവിക്ക് ഫതാവൽ ഹദീസിന്റെ മഖ്തൂത്തിൽ എന്താണുള്ളത്? മഹവ് എന്നാണുള്ളത്. ആയിക്കോട്ടെ, എന്നാലും മഹവ് എന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ പറഞ്ഞ വ്യാഖ്യാനവും മഹവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മൗലവി മഹവിൻ്റെയും സ്വഹവിൻ്റെയും മാന ഒന്ന് തന്നെയാണ്. ഒരേ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഇസ്തിലാഹത്തു സൂഫിയയിൽ മഹവ് സ്വഹവ് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ മുസന്നിഫീങ്ങളുടെ കിതാബുകളെ കൈയെഴുത്ത് കോപ്പി പകർത്തി എഴുതുന്ന സമയത്ത് ഒരേ അർത്ഥത്തിലുള്ള ഈ പദപ്രയോഗം വിവിധങ്ങളായ മഖ്തൂത്തിൽ കാണാൻ കഴിയും. അപ്പം മഹവ് സ്വഹവ് എന്ന് പറയുന്നത് മഹാന്മാരുടെ സൂഫിയാക്കളുടെ ഇസ്തിലാഹ് പ്രകാരം ഒരേ അർത്ഥമാണ്. എന്താണത്? ഞാനവിടെ വിശദീകരിച്ചല്ലോ. മഹവിൽ പാക പ്രശന്തയുള്ളൂ. സ്വഹവ് എന്ന് ഞാൻ വായിച്ചു കിതാബിൽ അങ്ങനെയുള്ളത് കൊണ്ട്. എന്നാൽ അവിടെ മഹവ് എന്നാണുള്ളത് എന്ന് മൗലവിക്ക് ഗൂഗിൾ മഖ്തൂത്ത് കാണിച്ചു കൊടുത്തു. അതനുസരിച്ച് ഇയാളുടെ ഹലറത്ത് ഇപ്പോൾ ഗൂഗിളാണ് കേട്ടോ, വലിയ ഉന്നത ഹലറത്ത് എന്ന് പറയുന്നത് ഗൂഗിളാണ്. ആ ഗൂഗിളിൽ നിന്ന് മൂപ്പര് നോക്കിയിട്ട് പറയാണ് അവിടെ മഹവ് എന്നാണുള്ളത്. മൗലവി മഹവും ഞാൻ പറഞ്ഞ സ്വഹവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ താങ്കൾക്ക് ഈ ഇസ്തിലാഹാത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? പ്രാഥമികമായ ഒരു ധാരണ? മഹാന്മാരുടെ ഇസ്തിലാഹാത്ത് പറയുന്ന കിതാബൊന്ന് വായിക്കൂ, ഒന്ന് പഠിക്കൂ മൗലവി. പഠിക്കാതെ എന്തിനാണ് ഈ ജഹാലത്ത് പറയാമെന്ന് മാത്രമല്ല ജഹാലത്ത് ആഘോഷിക്കുക. എന്താണ് ആഘോഷം? സുബ്ഹാനല്ലാഹ്, മുമ്പിലുള്ള ആ 2-3 സ്റ്റേജിലുള്ള 4-5 കൂടി ചിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഒരു വേദിയിൽ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് മൗലവിൻ്റെ. അത് കൂട്ടത്തിലുള്ള മറ്റേ ഇയാളുണ്ടല്ലോ, ഫൈസൽ കാടപ്പടി എന്ന് പറയുന്നൊരു മൗലവിയുണ്ട്, ഒരു ഗുരുവട്ടൂരി. അയാളാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് വിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ചിരിച്ചുപോയി. സ്റ്റേജിലിരുന്നിട്ട് എന്നോട് ചിരിച്ചുപോയി. കാരണം ഇയാളുടെ ഈ ജഹാലത്ത് കണ്ടിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇയാൾക്ക് എന്താണ് മഹവ്, എന്താണ് സ്വഹവ് എന്ന് അറിയോ? ഇല്ല. അപ്പം ഞാൻ വായിച്ചത് സ്വഹവാണ്, ഇവിടെ മഹവാണെന്ന് കണ്ടപ്പോൾ തന്നെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ജാഹിൽ പാവം, എന്ത് ചെയ്യാനാണ്? താങ്കളെ സംബന്ധിച്ച് നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്.
പറയട്ടെ, മഹാന്മാരുടെ തസവുഫ് പറയുന്ന കിതാബിൽ പറയുന്നു, വസ്വാഹിബുൽ വുജൂദ്, മഹാന്മാരുടെ വിവിധങ്ങളായ അവസ്ഥകൾ പറഞ്ഞിട്ട് പറയാണ്, വസ്വാഹിബുൽ വുജൂദി ലഹു സ്വഹവുൻ വമഹവുൻ, മഹാന്മാർക്ക് സ്വഹവ് മഹവ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ സ്വഹവ് വമഹവുൻ, അവർക്ക് സ്വഹവ് മഹവ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. എന്താണ് സ്വഹവ് മഹവ്? അത് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ശറഹ് പറയുന്നു, ഐ ഇഫാഖത്തുൻ വൻമിഹാഖുൻ ബിമഅനൽ ഗൈബതി. സ്വഹവ് എന്ന് പറഞ്ഞാൽ, മഹവ് എന്ന് പറഞ്ഞാൽ ഇഫാഖത്തുൻ ഒരുതരം ഉണർച്ചയാണ്, ഒരുതരം തെളിച്ചമാണ്. ആ തെളിച്ചം പൂർണ്ണമായ തെളിച്ചമല്ല. അവർ ഗൈബത്തിന്റെ അവസ്ഥയിലുണ്ടായിരുന്ന ആ ഗഫലത്തിൽ നിന്നും പൂർണ്ണമായും അവർക്ക് ഒരു ഇഫാഖത്ത് ഉണ്ടായിട്ടില്ല. അതാണ് ബിമഅനൽ ഗൈബതി, ഗൈബത്തിന്റെ മഅനയിലുള്ള എന്ന് പറഞ്ഞാൽ ഗൈബത്ത് പൂർണ്ണമായും വിട്ടുകടന്നിട്ടില്ലാത്ത ഒരു ഇഫാഖത്ത്. അതാണ് ഈ സ്വഹവേ മഹവേ എന്നൊക്കെ പറഞ്ഞത്. അതിനെക്കുറിച്ചല്ലേ ഞാൻ സ്വഹവേ എന്ന് പറഞ്ഞത്. ഇഫാഖത്ത് ആ ഗൈബത്തിൽ നിന്നും ഗൈബത്ത് അവർ മറികടന്നിട്ടുണ്ടെങ്കിലും തക്ലീഫിലേക്ക് എത്തിയിട്ടില്ല. ആ ഘട്ടത്തിനെ കുറിച്ചല്ലേ നമ്മൾ സ്വഹവേ എന്ന് പറഞ്ഞത്. അതേ അർത്ഥം തന്നെയാണ് മഹവേ. അപ്പോ ഗൈബത്തിന്റെ മഅനയിലുള്ള ഇഫാഖത്തിനാണ് എന്ത് പറയുന്നത്, മഹവേ എന്ന് പറയുന്നത്. അത് തന്നെയാണ് സ്വഹവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വഹവ് എന്ന് പറഞ്ഞാലും മഹവ് എന്ന് പറഞ്ഞാലും ഒരേ ആശയമാണ്, ഒരേ അർത്ഥമാണ് എന്ന് ഇസ്തിലാഹാത്തു സൂഫിയയിൽ നമുക്ക് കാണാൻ കഴിയും. മൗലവി, ഇപ്പോ മഹവ് എന്നാണെങ്കിൽ പോലും എന്താ പ്രശ്നമുള്ളത്? ഞാൻ പറഞ്ഞതിന് എന്തെതിരാനുള്ളത്? അപ്പൊ താങ്കൾക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഇസ്തിലാഹാത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ മൗലവി? നോക്ക്, നിങ്ങൾ മഹാന്മാരുടെ ഇസ്തിലാഹ് പറയാണ്, അവരുടെ അവസ്ഥകളെ കുറിച്ച് പറയാണ്. ഔലിയാക്കൾക്ക് വിവിധങ്ങളായ മർത്തബകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ ഓരോ സമയത്തും അവരുടെ ദറജകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് പറയാണ്, ഖുസൂദുൻ സുമ്മ വുറൂദുൻ സുമ്മ ശുഹൂദുൻ സുമ്മ വുജൂദുൻ സുമ്മ ഉമൂദുൻ. അവരുടെ വിവിധങ്ങളായ മർത്തബകൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ പൊസിഷൻ. ആദ്യം അവർ ഖുസൂദ്, പിന്നെ വുറൂദ്, പിന്നെ ഷുഹൂദ്, വുജൂദ്, ഖുമൂദ്. ഇങ്ങനെ ഔലിയാക്കളുടെ വിവിധങ്ങളായ പിന്നെ അവരുടെ മർത്തബകളെ സംബന്ധിച്ച് പറയണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വസ്വാഹിബുൽ വുജൂദി, വുജൂദിലേക്ക് എത്തിയ മഹാൻ. വുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വുജൂദ് എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായും ഇസ്തിറാഖിൽ എത്തുന്ന ഒരു ഘട്ടമാണ്. അള്ളാഹു മാത്രമാണ് വുജൂദ് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടമാണ്, ഗൈബത്തിന്റെ ഘട്ടമാണ് ഈ വുജൂദ് എന്ന് പറയുന്നത്. ആ വുജൂദ്, സ്വാഹിബുൽ വുജൂദിന് ലഹു സ്വഹവുൻ വ മഹവുൻ, അവർക്ക് സ്വഹവ് മഹവ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അഥവാ പൂർണ്ണമായ ഗൈബത്തിൽ നിന്നും മാറി അവര് കാര്യങ്ങളൊക്കെ വേർതിരിച്ചറിയാൻ കഴിയുന്ന, അള്ളാഹു അല്ലാത്ത മറ്റു പലതൊക്കെ ഉണ്ട് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥ. എന്നാൽ ആ അവസ്ഥയിൽ തന്നെ മഅലമിൽ നിന്നും അവർക്ക് മലദ് ലഭിക്കുന്ന രൂപത്തിൽ പൂർണ്ണമായും ഒഫലത്ത് നീങ്ങിയിട്ടില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയെ സംബന്ധിച്ചാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ എന്ത് പറയുന്നത്, വുജൂദ് എന്ന് പറയുന്നത്. ആ വുജൂദ് തന്നെ അതിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്. ഫത്തവാജുദു ബിദായത്തുൽ വുജൂദ്, വുജൂദിൻ്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ് തവാജുദ് എന്ന് പറയുന്ന അവസ്ഥ. എന്നാൽ വൽ വജുദു വാസിത്തത്തും ബൈനൽ ബിദായത്തി വന്നിഹായ, എന്നാൽ വജുദുണ്ട്. വജുദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിദായത്തല്ല, എന്നാൽ അത് വുജൂദിൻ്റെ അവസാനമാണ്, അതുമല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാസിതയായ ഒരു അവസ്ഥയാണ് വജുദ് എന്ന് പറയുന്നത്. അപ്പൊ തവാജുദും വജുദും കഴിഞ്ഞിട്ട് കിട്ടുന്ന അവസ്ഥയാണ് വുജൂദ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫഉലിമ മിൻ ജമീഇ മാ ദുകിറ അന്നൽ വുജൂദ ഇസ്തിറാഖുൻ ഫിൽ ഹഖ്, അല്ലാഹുവിൽ പൂർണ്ണമായും ഇസ്തിറാഖിൽ ആകുന്ന ഘട്ടമാണ് വുജൂദ് എന്ന് പറയുന്നത്. അതാണ് ഇസ്തിറാഖ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത്. ഹഖ് തആലയിൽ പൂർണ്ണമായും അവർ ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് വുജൂദ് എന്ന് പറയുന്നത്. ആ വുജൂദിലെത്തിയ മഹാന്മാർക്ക് അവരുടെ ഗൈബത്ത്, വുജൂദിന്റെ അവസ്ഥയിൽ ഗൈബത്തുണ്ട്, സ്വഹവുണ്ട്, മഹവുണ്ട്. ആ ഗൈബത്തിൽ നിന്നും അവർക്കൊരു ഇഫാഖത്ത് ലഭിച്ച് കിട്ടുന്ന ഒരു അവസ്ഥയാണ് സ്വഹവ് മഹവ്. അഥവാ തക്ലീഫിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ ഗൈബത്തിലല്ലതാനും അതിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ്
ആ അവസ്ഥയിലും അവർക്ക് എന്തില്ല, അവർക്ക് തെക്ലീഫില്ല. അപ്പൊ പിന്നെ അതിന് ഇഫാഖത്ത് ഒരു തെളിച്ചം എന്ന് പറയുന്നത് വൈബത്തിന്റെ പൂർണ്ണമായ വൈബത്തിൽ നിന്ന് അവർ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് സ്വഹവി എന്നവിടെ പ്രയോഗിച്ചത്. അപ്പൊ ഈ മൗലവി പെട്ടത് എവിടെയാണെന്നറിയോ? മൗലവി സ്വഹവിനെ ഡിക്ഷണറി നോക്കി, അപ്പോൾ അതിന് തെളിയുക എന്നൊരു അർത്ഥം കിട്ടി. അപ്പോൾ ഇയാൾ മനസ്സിലാക്കി അത് തെക്ലീഫിൻ്റെ ഘട്ടാണ്. അല്ലാതെ ഈ ഔലിയാക്കളുടെ ലോകം പഠിക്കണമെങ്കിൽ അവരുടെ ഇസ്തിലാഹാത്ത് തന്നെ പഠിക്കണം എന്ന് നമ്മൾ സാധാരണ മുത്തഅല്ലിമീങ്ങളോട് പറയാറുള്ളതാണ്. ഫിഖ് പറയുമ്പോൾ, ഫിഖ് പഠിക്കുമ്പോൾ മഹല്ലിയൊക്കെ ഓതാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുത്തഅല്ലിമീങ്ങൾക്ക് ആദ്യം അതിൻ്റെ ഇസ്തിലാഹാത്ത് പറഞ്ഞു കൊടുക്കും. ലോഹിർ, അൽഹർ തുടങ്ങിയിട്ട് ഔജഹി, അങ്ങനെ വിവിധങ്ങളായ ഇസ്തിലാഹാത്ത് ഉണ്ടല്ലോ. ആ ഇസ്തിലാഹാത്ത് ആദ്യം പഠിക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പഠിക്കണം. എന്നാലേ പിന്നെയുള്ള മസലകൾ മനസ്സിലാക്കാൻ കഴിയും. എന്നതുപോലെ സൂഫിയാക്കളുടെ അവസ്ഥകൾ പഠിക്കണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പദങ്ങൾ, അവരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അവരുടെ കിതാബിൽ നിന്ന് നോക്കണം. ആ അവസ്ഥ, ആ ഒരു കാര്യം ഈ മൗലവിക്ക് അറിയില്ല. സാധുവാണ്, അദ്ദേഹത്തിന് അത് അറിയില്ല എന്നുള്ള അറിവില്ല. അതാണ് നമ്മെ ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തുന്ന കാര്യം. എന്നിട്ട് അതിവിടെ വന്ന് ആഘോഷിക്കുകയാണ്. മൗലവി മഹവി സ്വഹവി എന്ന് പറഞ്ഞാൽ രണ്ടു വരെ അർത്ഥമാണ്. ആ അർത്ഥപ്രകാരം ഇനി മഹവാണ് എന്ന് വെച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണ പ്രകാരം തന്നെയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഗണന ഒന്നും ഗണനായിട്ടില്ല. നിങ്ങൾ മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഭീകരമായ അബദ്ധമാണ്. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ഇല്ലാത്ത, സി.എം. വലിയുല്ലാഹി തങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത, അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഇവര് ആ പേര് പറയുന്നത് കണ്ടിട്ടാണ് അവരെ കൂടെ കൂടിയതെങ്കിൽ മുഅ്മിനീങ്ങളെ ഉടനെ ഇറങ്ങിക്കൊള്ളണം അവരുടെ കൂട്ടത്തിൽ നിന്ന്. സി.എം. വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ മൗലവിമാരാണ്. അതുകൊണ്ട് കിതാബ് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന നിലക്ക് നിൽക്കാം. ഏറ്റവും ചുരുങ്ങിയത് എനിക്കത് അറിയില്ല എന്നുള്ളത് അറിയാം. അത് നൗഷാദിന് അറിയാലോ, നൗഷാദിന് എനിക്കറിയാലോ. താങ്കൾക്ക് ഇസ്തിലാഹാത്ത് സൂഫി അറിയില്ല, കിതാബ് മര്യാദക്ക് വായിക്കാൻ അറിയില്ല, കിതാബ് മനസ്സിലാക്കാൻ കഴിയില്ല. പണ്ട് തന്നെ മറ്റു പലരും എഴുതിത്തരുന്നത് പ്രസംഗിക്കുന്ന ഡ്യൂട്ടിയായിരുന്നല്ലോ താങ്കൾക്കുണ്ടായിരുന്നത്. എന്നാൽ ആ അറിവില്ലായ്മ മറ്റാരേക്കാൾ ബോധ്യപ്പെടുന്നത് താങ്കൾക്കല്ലേ? പിന്നെന്തിനാണ് ഈ കഴിയാത്ത കാര്യത്തിന് വീണ്ടും വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത്? കിതാബ് വെച്ചുള്ള, പണ്ട് സക്കരിയ സ്വലാഹി പറഞ്ഞില്ലേ, കിതാബ് വെച്ചുള്ള കളിയാണ്. അതിന് കിതാബ് തിരിയണം. ഞങ്ങളെ മുമ്പിൽ കിതാബ് തിരിയുന്നവരെ വരാവൂ. തിരിയാത്തവർ വന്നാൽ, അങ്ങനെ ആഘോഷിച്ചാൽ ആ ആഘോഷം ഏറ്റവും വലിയ ദുഃഖത്തിലായി പരിണമിക്കും. ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? അതുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തസവുഫ് പറയണമെങ്കിൽ തസവുഫ് പഠിക്കണം, അവരുടെ ഇസ്തിലാഹാത്ത് പഠിക്കണം. അതിന് ഡിക്ഷണറി നോക്കിയിട്ട് നടന്നാൽ കാര്യം അബദ്ധത്തിലായി പോകുമെന്ന് മനസ്സിലാക്കണം. ഇനിതാ ഒറ്റ കാര്യം കൂടി. ബഹുമാനപ്പെട്ട ചെറുഷോൽ ഉസ്താദ് കുണ്ടൂർ ഉസ്താദിൻ്റെ ഉറൂസിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം മൗലവി അവതരിപ്പിക്കുന്നത് അങ്ങനെ, ചെറുഷോൽ ഉസ്താദ് പറയുന്നത് വാളക്കുളത്തിൻ്റെ തലക്ക് തട്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ പിടിച്ചിരുത്താൻ ഇയാൾ എന്തെല്ലാം ചപ്പടി വിദ്യ നടത്തുന്നത്. പാവം, ഈ തെരുവിലൊക്കെ മാജിക്ക് കാണിക്കുന്ന ആളുകളുണ്ടവരെ, എന്തൊരു കഷ്ടപ്പാടാണ് ഒരു നേരത്തെ അന്നൊപ്പിക്കാനും. അതുപോലെയാണ് ഈ മനുഷ്യൻ ഒരു നേരത്തെ അന്നമൊപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചപ്പടി വിദ്യകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കാം. ക്ലാസ് നടക്കുന്നുണ്ട്. അത് ചെറുശോല സഖാഫിയുടേതായിരുന്നു. അദ്ദേഹം ആ വിഷയം പറയുന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ വാളക്കുളത്തിന് നെടുന്തലക്ക് നല്ലൊരു ചവിട്ട് കൊടുത്തിട്ട് അദ്ദേഹം പോയത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വിഷയത്തിൽ രണ്ട് രൂപമുണ്ട്. ഒന്നുകിൽ ഗൈബത്തിന്റെ സമയത്ത്, ബുദ്ധിമറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഹിക്കായത്ത്, ഉദ്ധരിച്ചു പറയുക. ഇത് രണ്ടും വേർതിരിഞ്ഞു മനസ്സിലാക്കണം. വലിയ ഫഖീഹാണല്ലോ. ഇനി മൂപ്പർ എന്നെ പറഞ്ഞോട്ടെ, വെച്ചു കൊടുക്കുക. അവരുടെ വിലായത്തിന്റെ ഘട്ടങ്ങളിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളും മറ്റുമൊക്കെ സാധാരണക്കാർ അതുകൊണ്ട് കളിക്കുന്ന, സാധാരണക്കാരിങ്ങനെ തമാശയായി അതും പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകുന്നുണ്ട്. ഒരു ഒലിയിനെ സംബന്ധിച്ചിടത്തോളം ചില ഔലിയാക്കൾ അനല്ലാ എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ മഹാമിലുകളും ഉണ്ട്. അവരുടെ വൈബത്തിന്റെ ഘട്ടം ഫിഖഹിന്റെ കിതാബുകളിൽ അടക്കം പറയും. വൈബത്തിന്റെ ഘട്ടം, വൈബത്തുൽ അഖലിന്റെ ഘട്ടത്തിൽ ചിലപ്പോൾ അവർ അനല്ലാ എന്നുള്ളത് പറയും. അതിന് പ്രശ്നങ്ങൾ ഇല്ല. വൈബത്തുൽ അഖലിന്റെ തക്ലീഫ് ബാധകമല്ല.
ഗൈബത്തുൽ അഖ്ലിൽ തക്ലീഫിന്റെ ആവശ്യമില്ല. അത് സാധാരണക്കാരായ ആളുകൾക്ക് ഭ്രാന്ത് വരുന്നത് അത് ഭൗതികമായ കാരണങ്ങളെ കൊണ്ടോ ഏതോ പെണ്ണിന്റെയോ കള്ളിന്റെയോ പിന്നാലെ പോയത് കൊണ്ടാവാം. അതേസമയം ചിലപ്പോൾ ഔലിയാക്കള് അള്ളാഹുവിന്റെ മഅരിഫത്തില് പൂർണ്ണമായി ലയിച്ചു ചേരുമ്പോൾ അവരുടെ മനസ്സിന്റെ ഭൗതിക ലോകത്തുള്ള നിയന്ത്രണങ്ങൾ ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇങ്ങനെ വൈബത്തിന്റെ ഘട്ടങ്ങൾ അവർക്കുണ്ട്. ആ വൈബത്തിന്റെ ഘട്ടത്തിൽ അവർ അനല്ലാഹ് എന്ന് പറയും. ഇനി വൈബത്തിന്റെ ഘട്ടത്തിൽ അല്ലാത്ത ചില ഘട്ടങ്ങളിലും ഹിക്കായത്തുൻ അനില്ല എന്ന ഭാഗമായിട്ട് അനല്ലാഹ് എന്ന് പറയും. അത് മഹാന്മാരായ വിലായത്തുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മുഅ്മിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും മനസ്സിലായ ഞങ്ങളുടെ ക്ലാസുകൾ അതിന്റെ ഫലം ചെയ്തു. അതെ, ഞങ്ങളെ ക്ലാസ് നന്നായിട്ട് ഫലം ചെയ്യുന്നുണ്ട് മൗലവിക്ക്. അൽഹംദുലില്ലാ, കുറേ ആളുകൾക്ക് ഫലം ചെയ്യുന്നുണ്ട്. നമ്മൾ കിതാബ് വായിച്ച് അതിൻ്റെ ശരിയായ ഉദ്ദേശം ഔലിയാക്കളുടെ ഇസ്തിലാഹാത്തുകൾ അവരുടെ ഇസ്തിലാഹാത്ത് പറയുന്ന കിതാബിൽ നിന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അത് വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ധാരാളം ആളുകൾക്ക് അൽഹംദുലില്ലാ നല്ല തെളിച്ചം കിട്ടി. ഈ വലിയ ഭവിഷ്യത്തിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഫിസ്ഖിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ മെനക്കെടുന്നത്. അപ്പോൾ ചെറുശ്ശേല ഉസ്താദ് എന്താ പറഞ്ഞത്? നമ്മൾ ഈ പറഞ്ഞ വിശദീകരണത്തിനെതിരെ എന്തെങ്കിലും ചെറുശ്ശേല ഉസ്താദിൻ്റെ ആ ക്ലിപ്പിൽ നിന്ന് കിട്ടിയോ? വാളക്കുളത്തിൻ്റെ തലയ്ക്ക് ചവിട്ടിയെന്ന ചെറുശ്ശേല ഉസ്താദ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഞങ്ങളെ വന്യരായ ഗുരുവര്യരാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ഉസ്താദ് അവറുകൾ പറഞ്ഞതും ഞാൻ പറഞ്ഞ വിശദീകരണം തമ്മിൽ എവിടെയാണ് വ്യത്യാസമുള്ളത് മൗലവി? അപ്പോൾ ഇത് മലയാളത്തിൽ ഒരു പണ്ഡിതൻ പ്രസംഗിച്ചാലും ഈ മൗലവിയുടെ ദുർവ്യാഖ്യാനാണിത്. പിന്നെ അറബിയിലുള്ളത് പറയേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ചെറുശ്ശേല ഉസ്താദ് എവിടെയെങ്കിലും പറഞ്ഞോ തക്ലീഫുള്ള ഘട്ടത്തിൽ നിന്ന് ഔലിയാക്കളിൽ നിന്നും ഈ പദപ്രയോഗം വരും, അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഹിക്കായത്തുൻ അനില്ല എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞോ? ഇല്ല. ഉസ്താദ് എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഗൈബത്തുൽ അഖലിന്റെ ഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ തക്ലീഫില്ല, അവിടെ ഒന്നുമില്ല, ഹുക്കുമൊന്നുമില്ല. ഇനി ഗൈബത്തിന്റെ ഘട്ടത്തിൽ അല്ലാത്ത ചില ഘട്ടങ്ങളിൽ കണ്ടോ, അല്ലാത്ത ഘട്ടത്തിൽ നിന്നല്ല ഈ മൗലവി പറയുന്ന പോലെ തക്ലീഫിന്റെ ഒറ്റ ഘട്ടേ ഉള്ളൂ എങ്കിൽ അല്ലാത്ത ഘട്ടത്തിൽ നിന്ന് പറഞ്ഞ പോലെ ഉസ്താദ് എന്താ പറഞ്ഞത്? ഗൈബത്തിന്റെ ഘട്ടം അല്ലാത്ത ചില ഘട്ടങ്ങളിൽ. അത് ഏതാ ഘട്ടങ്ങൾ? അത് നമ്മൾ പറഞ്ഞത് ഗൈബത്തിന്റെ ഘട്ടത്തിൽ നിന്നും പോന്ന് തക്ലീഫിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഇസ്തിലാഹാത്ത് സൂഫിയയിൽ നിന്ന് നമ്മൾ വായിച്ചില്ലേ? അതെന്താണ്? വജ്ദ്, വുജൂദ്, മഹവ്, സുഹവ്, ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം എന്തില്ലാത്ത തക്ലീഫില്ലാത്ത ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരം പദപ്രയോഗങ്ങൾ വന്നതെങ്കിൽ അവിടെ ഹിക്കായത്തുൻ അനില്ല എന്ന് പറയണം. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? അത് തന്നെയല്ലേ ചെറുശ്ശേല ഉസ്താദും പറഞ്ഞത്? ചെറുശ്ശേല ഉസ്താദ് പറഞ്ഞതും ഈ മൗലവി പറഞ്ഞത് ഒന്നാണോ? അപ്പോൾ നോക്കൂ, ഇയാൾ കണ്ണിൽ നോക്കി പറ്റിക്കുക നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, ആ പറ്റിക്കലാ പറ്റിക്കുന്നത്. ചെറുശ്ശേല ഉസ്താദ് പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ മൗലവിക്ക് തലക്ക് കൊട്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. എന്താണ്? തക്ലീഫിന്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഇയാൾ പറയുന്നത്? അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് വളരെ അപകടകരമാണ്. എന്നാൽ ആ ഇബാറത്തിനെ ഗണ്ണിക്കാൻ കഴിയാതിരിക്കുമ്പോൾ തന്നെ മൗലവി പറയുന്ന വാദം പൊളിഞ്ഞ് പാളീസായിപ്പോയി. പിന്നെ മഹവ്, സ്വഹവ് എന്നൊക്കെ പറയുന്നത് തക്ലീഫില്ലാത്ത വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണെന്നും പറയാനുള്ളതും. അതിലൊരു അബദ്ധവും വന്നിട്ടില്ല. മൗലവിക്ക് അബദ്ധമാണ് പറ്റിയത്. മൗലവിനെ പറഞ്ഞു വിടുന്ന ഉന്നത ഹദറത്ത് എന്ന് പറയുന്ന ആ മൗലവിമാർ, അവർക്കും വലിയ അബദ്ധമാണ് പറ്റിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശർറിൽ നിന്നും നമ്മെയും കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.